വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഈ ഒരു ചർച്ചിൻ്റെ ഫ്രണ്ടിലാണ്. സെൻറ്റ് ജോർജ് ബെസിലിക്ക എന്നാണ് ഈ ഒരു ചർച്ചിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാൾട്ടീസിലെ ഗോസോ എന്ന് പറഞ്ഞൊരു ഐലൻഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ മാൾട്ടീസിൽ മെയിൻലി 3 ഐലൻഡ്സ് ആണുള്ളത്. മാൾട്ടീസ് ഐലൻഡ്, അതുപോലെ തന്നെ ഗോസോ ഐലൻഡ്, ഒന്ന് കോമിനോ എന്ന് പറഞ്ഞ ഐലൻഡ്. അതിൽ രണ്ടാമത്തെ വലിയ ഐലൻഡായിട്ടുള്ള ഗോസോയിലത്തെ ഒരു അടിപൊളി ചർച്ചിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളുള്ളത് കേട്ടോ. ഏകദേശം 350 വർഷത്തോളം പഴക്കമുള്ള ഒരു പള്ളിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ സറൗണ്ടിങ്സ് ഏരിയയും കാണാൻ നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ കുറേ ഷോപ്സും റെസ്റ്റോറൻറ്റ്സൊക്കെയാണ് ഈ ഒരു ഏരിയയിലുള്ളത്. അപ്പോൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് പുറത്തുനിന്ന് നോക്കുന്ന പോലെയല്ല, അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അകത്ത് കയറി അകത്തുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ ഇനി ഒരു ബസിലിക്കേനെ പറ്റി പറയുകയാണെങ്കിൽ 1678 ഈ ഒരു ബസിലിക്കയുടെ പണി നടക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 350 വർഷത്തിൻ്റെ അടുത്ത് പഴക്കമുള്ള ഒരു ബസിലിക്കാണ് കേട്ടോ ഇത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയർ സ്റ്റൈലാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷനും മൊത്തത്തിലൊരു ഡിഫറെൻറ്റ് ലുക്കാണ്. നമ്മൾ യൂറോപ്പിലുള്ള ഒരുപാട് പള്ളികൾ പോയി കണ്ടിട്ടുണ്ട് കേട്ടോ. പഴയതായിട്ടുള്ളതും പുതിയതായിട്ടുള്ള ഒരുപാട് ചേർച്ച് നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലുക്ക് നമുക്ക് ആദ്യമായിട്ടാണ് കാണാൻ പറ്റുക. കാരണം നോർമലി നമ്മൾ പള്ളിയിൽ ചെല്ലുമ്പോൾ ഈ ഒരു റെഡ് കളറൊക്കെ വളരെ കുറവായിരിക്കും. കൂടുതലും ഒരു ആൻറ്റിക് സ്റ്റൈൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കളർ കോമ്പിനേഷനാണ് നമുക്ക് കാണാൻ പറ്റുക. പക്ഷേ ഇവിടെ ഒരുപാട് റെഡിഷ് കളർ, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഗോൾഡൻ കളർ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ശരിക്കും നമുക്കൊരു പള്ളിയുടെ അകത്ത് കാണുന്നതിനേക്കാളും കൂടുതലായിട്ട് നമുക്കൊരു പാലസിൻ്റെ അകത്തൊക്കെ വിസിറ്റ് ചെയ്തൊരു ഫീലാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു കളർ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയയുടെ തന്നെ ഒരു 360 ഡിഗ്രി വ്യൂ കിട്ടും. അതുപോലെ അതിൻ്റെ റൂഫ് ചെയ്തിട്ടുള്ളത് ഭയങ്കര രസമായിട്ടാണ്, ഭയങ്കര ഹൈറ്റിൽ ചെയ്തിട്ടുള്ള ഭയങ്കര രസമായിട്ടുള്ള ബറോക്ക് സ്റ്റൈലാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. അപ്പോൾ ശരിക്കും ഗോസോ ഐലൻഡിൽ വരാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുക കുറേ ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സും കുറേ ചേർച്ചസും കുറേ ബീച്ചസൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾ ശരിക്കും ആ ഒരു പള്ളി കുറച്ച് സമയം അതിൻ്റെ അകത്ത് നിന്ന് അതിൻ്റെ സറൗണ്ടിങ്സ് ഏരിയയൊക്കെ നല്ല രസമാണ്, നിങ്ങൾ ഈ വീഡിയോ കണ്ട പോലെ. അപ്പോൾ അവിടെയൊക്കെ കണ്ട് കറങ്ങിയതിന് ശേഷം നമ്മളിപ്പോൾ പോകാൻ പോകുന്ന ഒരു ബീച്ചിലേക്കാണ്. അപ്പോൾ ഇതാണ് ഗോസോ ഐലൻഡിലെ റാംല എന്ന് പറഞ്ഞൊരു ബീച്ച് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് റെഡ് സാൻഡ് ബീച്ച് എന്നാണ് ഈ ഒരു ബീച്ചിനെ അറിയപ്പെടുന്നത്. അതിൻ്റെ റീസൺ ഇപ്പോൾ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുമല്ലേ, ഭയങ്കര റെഡിഷ് ആയിട്ടുള്ള സാൻഡാണ് നമുക്ക് താഴെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ നേരെ താഴേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറേ സ്റ്റോൺസ് കാണാൻ പറ്റും കേട്ടോ. കുറേ ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷനൊക്കെ ഉള്ള സ്റ്റോൺസ് കാണാൻ പറ്റും. നമുക്ക് വീഡിയോയിൽ അത്ര നന്നായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ ശരിക്കും ഇവിടുത്തെ ഈ ഒരു ഐലൻഡിൽ വരുമ്പോൾ ഉള്ള പ്രത്യേകതയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നല്ല കളറുള്ള വെള്ളം കേട്ടോ. അത് ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതും കൂടി കണ്ട് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഗോസോ ഐലൻഡിൻ്റെ നോർത്ത് ഈസ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ഈ ഒരു ബീച്ച് കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കൊമ്മിനോട് ചേർന്ന് കിടക്കുന്ന ആ ഒരു ഐലൻഡോട് ചേർന്ന് കിടക്കുന്ന കുറച്ച് ബീച്ചസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് സൈഡിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ കാണുന്ന ആ ഒരു ബീച്ചസിൻ്റെ ആ ഒരു ലുക്കും കളറും ഇവിടുത്തെ ഈ ഒരു ബീച്ചസൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ബീച്ചസൊക്കെ എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് വരാൻ പറ്റിയൊരു ബെസ്റ്റ് പ്ലേസാണ് മാൾട്ട കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു റൊട്ടൂണ്ട സെൻറ്റ് ജോൺ ചർച്ചാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോസോ ഐലൻഡിലെ തന്നെ ഏറ്റവും വലിയൊരു ചർച്ചാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് നല്ലൊരു സറൗണ്ടിങ് ഏരിയയിലാണ് ഉള്ളത്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കുറേ ഷോപ്സും കുറേ ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സിൻ്റെയൊക്കെ ഒത്ത നടുക്കായിട്ടാണ് ഇങ്ങനൊരു ചർച്ച് ഉള്ളത്. അപ്പോൾ ഇത് ശരിക്കും ഇവിടുത്തെ പ്രാർത്ഥനകളൊക്കെ നടക്കുന്ന ഒരു ചർച്ചാണ് കേട്ടോ. അപ്പോൾ പല ചർച്ചസിലും നമ്മൾ പോകുമ്പോൾ അത് ടൂറിസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഏരിയാസ് ആയിരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല, ഇവിടെ പ്രയറൊക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രയറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം 1978 ആ ഒരു കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ച ചർച്ചാണ്. അപ്പോൾ ഒരുപാട് വർഷത്തെ പഴക്കമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രാർത്ഥനകളൊക്കെ നടക്കുന്ന ഒരു ചർച്ച് തന്നെയാണത്. ഇതിൻ്റെ അകത്ത് ചെന്ന് കഴിഞ്ഞാലും ഇതിൻ്റെ ഇൻറ്റീരിയർ സ്റ്റൈലൊക്കെ കാണാൻ രസമാണ് കേട്ടോ. പക്ഷേ ഇവിടുത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും അതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചർച്ചസ് അല്ലെങ്കിൽ നമ്മൾ നോർമലി കാണുന്ന ആ ഒരു ചർച്ചസിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീലൊക്കെയാണുള്ളത്. പക്ഷേ ശരിക്കും നമ്മളൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസിലൊക്കെ പോയിട്ട് 1000-2000 വർഷം പഴക്കമുള്ള പള്ളികളും അങ്ങനത്തെ ബിൽഡിങ്സൊക്കെ കാണാൻ നല്ല രസമാണ്. കാരണം അതിൻ്റെ അകത്ത് സ്റ്റൈലിങ്സും ആ ഒരു ലുക്ക് ആൻഡ് ഫീലൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സൈഡ് എൻട്രൻസിലൂടെയോ ഫ്രണ്ട് എൻട്രൻസിലൂടെയോ ഇതിൻ്റെ അകത്തേക്ക് കിടക്കാൻ പറ്റും. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു ചർച്ചിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ. ഇത് ഗോസോയിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ചർച്ചാണെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ 3rd ലാർജസ്റ്റ് unsupported ഡോം ഇൻ ദ വേൾഡ് ആണ്. അപ്പോൾ അങ്ങനത്തെ 2 സ്പെഷ്യാലിറ്റീസ് ഈ ഒരു ചർച്ചിനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോയിട്ട് ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ കാണാം.
അപ്പോൾ നമ്മൾ ഈ ഒരു മെയിൻ ഡോറിലൂടെയാണ് അകത്തേക്ക് കയറുക കേട്ടോ. അപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ ഒക്കെ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ക്രിസ്മസ് ട്രീസും കുറച്ച് ഗിഫ്റ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്കൊരു ഹൈറ്റ് ഫീൽ ചെയ്യത്തില്ലേ, അത് തന്നെയാണ് നമുക്ക് അകത്ത് വന്നാലും കാണാൻ പറ്റുക. കാരണം എന്താ വെച്ചാൽ ഇതൊരു ഫുൾ ഹൈറ്റിൽ ചെയ്തിട്ടുള്ള ചർച്ചാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ലെയേഴ്സോ അല്ലെങ്കിൽ സ്റ്റെയേഴ്സോ സ്റ്റെപ്സോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഫ്ലോർസ് ആയിട്ടല്ല ചെയ്തിട്ടുള്ളത്, ഫുൾ ലെങ്ത്തിലാണ് ഇതിൻ്റെ റൂഫ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു ഉയരം നമുക്ക് അകത്ത് വരുമ്പോഴും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്ര പൊക്കത്തിലാണ് റൂഫ് ചെയ്തിട്ടുള്ളത്. കാണാൻ നല്ല രസമാണ് ഇതിൻ്റെ അകത്തുള്ള ആ ഒരു ഇൻറ്റീരിയർ സ്റ്റൈൽസും ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും ഒക്കെ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു പ്ലേസ് തന്നെയാണ് ഈ ഒരു ചർച്ച്. അപ്പോൾ നമ്മൾ ഗോസോയിലെ ടോപ്പ് അട്രാക്ഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് പതിയെ തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ ശരിക്കും മാൾട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് 3 ഐലൻഡ്സ് ആണുള്ളത്. മാൾട്ട കൂടാണ്ട് കോമിനോ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഐലൻഡ് ഉണ്ട് കേട്ടോ. അത് 3-4 കിലോമീറ്ററിൽ മാത്രം കിടക്കുന്ന ചെറിയൊരു ഐലൻഡാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ളത് ഗോസോ ആണ്. അപ്പോൾ ഒരു ഹാഫ് ഡേ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ കുറച്ച് അട്രാക്ഷൻസ് ഒക്കെ കണ്ടു തീർക്കാം കേട്ടോ. അത് കഴിഞ്ഞാൽ മെയിനായിട്ട് മാൾട്ട എന്ന് പറയുന്നത് മാൾട്ടീസ് വലിയൊരു ഐലൻഡാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അവിടെ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ഈ കോമിനോ ഐലൻഡും ഗോസോ ഐലൻഡൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഫെറി ബോട്ടൊക്കെ എടുത്തിട്ടാണ് വരിക കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ തിരിച്ചു പോകുന്നത് ഈ ഒരു ഫെറിയിലാണ്. അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ സർവീസാണ് കേട്ടോ. ശരിക്കും ഈ ഐലൻഡുകളെ കണക്ട് ചെയ്തിട്ട് 24/7 വർക്ക് ചെയ്യുന്ന ഒരു ഫെറിയാണത്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ തിരിച്ചു പോണത്. അപ്പോൾ പലരും വിചാരിക്കും എങ്ങനെ ഇങ്ങോട്ട് വന്നതെന്നല്ലേ. ഇങ്ങോട്ട് നമ്മൾ വന്നത് മാൾട്ടയിൽ നിന്ന് നമ്മൾ കോമിനോ ഐലൻഡിലേക്ക് ഒരു സ്പീഡ് ബോട്ടിലാണ് വന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര രസമാണ് കോമിനോ ഐലൻഡ് കാണാൻ കേട്ടോ. അവിടെ ഒരുപാട് ബീച്ചസ് ഉണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾ കാണാം. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി ഈ ഒരു ഫെറിയിൽ ട്രാവൽ ചെയ്യുന്നതിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 20-25 മിനിറ്റ് മാത്രമേ ഉള്ളൂ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ ഒരു ഐലൻഡിൽ നിന്ന് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് കാണാൻ പറ്റും. പക്ഷേ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ മൊത്തം വെഹിക്കിൾസ് ആണ്. അപ്പോൾ ആ വെഹിക്കിൾസ് ലോഡ് ചെയ്ത് അൺലോഡ് ചെയ്ത് ഡോർ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് ഈ ഒരു പ്രോസസ്സിനാണ് കൂടുതൽ സമയം എടുക്കുക. ശരിക്കും ഒരു 10-15 മിനിറ്റ് മാത്രമേ നമ്മൾ ഈ ഒരു ഫെറിയിൽ ഇരിക്കുന്നുള്ളൂ കേട്ടോ, അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. വല്ല സ്പീഡ് ബോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റിനകം നമുക്ക് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് വരാൻ പറ്റും. പക്ഷേ ഈ ഒരു ഫെറിയിലത്തെ റൈഡ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അണ്ടർഗ്രൗണ്ട് ഫ്ലോറിലാണെന്നുണ്ടെങ്കിൽ വെഹിക്കിൾസ് ആണുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് മെയിൻ ഡോറും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉള്ളത്. പിന്നെ ഒരു അപ്പർ ഡെക്ക് ഉണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാം. അപ്പോൾ നമ്മൾ മേളിലത്തെ ഫ്ലോറിലാണ് ഇരിക്കുക കേട്ടോ. അപ്പോൾ പകൽ സമയത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ കടലിലൂടെ വരുമ്പോൾ. പക്ഷേ രാത്രി സമയമായതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്നും കവർ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കൊമിനോ ഐലൻഡ് വീഡിയോയിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ താഴത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പതിയെ നമ്മൾ മേളിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഈ ഒരു ഫെറിയുടെ ഒരു ഫുൾ ഏരിയ കവർ ചെയ്തിട്ടാണ് ഞാനൊരു വീഡിയോ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ആ ഒരു ടോപ്പ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സൈഡിലൊക്കെ ഒരു ഓപ്പൺ സ്പേസ് ആണ്. ഇങ്ങനെ കുറച്ച് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. തണുപ്പായതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും റെസ്റ്റോറൻറ്റിലും താഴത്തെ ഫ്ലോറിലേക്കാണ് ഇരുന്നത്. പക്ഷേ നമുക്കൊരു 10-15 മിനിറ്റ് മാത്രമേ യാത്രയുള്ളൂ. പിന്നെ യൂറോപ്പിലെ മറ്റുള്ള കൺട്രീസിൽ തണുപ്പ് വെച്ച് നോക്കുമ്പോൾ മാൾട്ടയിൽ ശരിക്കും ഒന്നുമല്ല, നമുക്ക് ശരിക്കും ചൂട് തന്നെയായിരുന്നു. നമുക്കൊരു ജാക്കറ്റിൻ്റെ പോലും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മുകളിൽ കുറച്ച് സമയം ഇരുന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫെറി സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെഹിക്കിളൊക്കെ ലോഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡോറ് ക്ലോസ് ആവുന്ന കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന പോലെ തന്നെ ആ ഡോറ് ക്ലോസ് ആയതിനു ശേഷം അതിൻ്റെ താഴെയാണ് വെഹിക്കിൾസൊക്കെ ലോഡ് ചെയ്യുന്നത്. അത് ക്ലോസ് ആയതിനു ശേഷമാണ് നമ്മുടെ ഈ ഒരു ഫെറി സ്റ്റാർട്ട് ആവുക കേട്ടോ. ഈ ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് മാൾട്ടയിലെത്താൻ പറ്റും. അപ്പോൾ കൊമിനോ ഗോസോ ഐലൻഡിലേക്ക് പോകാനുള്ള ആളുകൾക്ക് ഇതുപോലെ ഫെറി സർവീസസ് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ബോട്ട്സ് ഉണ്ട്. നമുക്ക് ഏതാണോ ഇഷ്ടമുള്ളത്, ഇപ്പോൾ സ്പീഡ് ബോട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത്, ഫെറി എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇത്, അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ശരിക്കും ടൂറിസ്റ്റുകൾക്ക് പറ്റിയ ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് മാൾട്ട. അപ്പോൾ മാൾട്ടയിലെ മറ്റുള്ള വീഡിയോസ് കണ്ടാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരുപാട് വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ.